നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുകൾ പരാമർശിക്കപ്പെട്ട പ്രമുഖർ ആരൊക്കെ? സർക്കാർ എന്തിനാണ് ഇവരെ ഇപ്പോഴും സംരക്ഷിക്കുന്നത്? ഇരകളുടെ സ്വകാര്യത മാനിക്കപ്പെടേണ്ടതാണ്. ആ സ്വകാര്യത വേട്ടക്കാർക്കും നിഷ്കർഷിക്കുന്നത് ആശാസ്യമാണോ? ആരോപണ വിധേയരെയും കുറ്റം ചെയ്തവരെയും പൊതിഞ്ഞു വെച്ചിട്ട് സർക്കാർ സ്ത്രീ സുരക്ഷയെയും നവോത്ഥാനത്തെയും പറ്റി വാചകമടിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ജനഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. സംവാദകൻ ശ്രീജിത്ത് പണിക്ക, സാമൂഹ്യ നിരീക്ഷകൻ MK ഹരിദാസ്, സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ഷാജഹാൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒരിക്കൽ കൂടി പ്രേക്ഷകരെയും. ശ്രീ ഷാജഹാൻ, കൊല്ലം MLA M മുകേഷ് രാജിവെക്കണമോ എന്ന കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൂലങ്കഷമായ ചർച്ച നടക്കുകയാണ്. മുകേഷ്, സിദ്ദിഖ്, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, ജയസൂര്യ ഉൾപ്പെടെ ആരോപണ വിധേയരായ പലരുടെയും പേരുകൾ പുറത്തു വന്നു. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രമുഖർ, സോക്കോൾഡ് പ്രമുഖർ ആരെന്നത് ഇപ്പോഴും അജ്ഞാതമായി കിടക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ ഇവിടെ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ അതിലുള്ള ചില പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ അടിസ്ഥാനമാക്കി അല്ല അന്വേഷണം നടക്കുന്നത്. മറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞങ്ങൾക്കും ഇതേപോലുള്ള അനുഭവം ഉണ്ടായി എന്ന് ചില നടിമാർ അവർ മാധ്യമങ്ങളുടെ മുന്നിലൂടെ വെളിപ്പെടുത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നിയോഗിക്കുന്നു. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം ഇതുവരെയായും ആരംഭിച്ചിട്ടില്ല. മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട പ്രമുഖരുടെ പേരുകൾ സർക്കാർ ഇതുവരെയായും പുറത്തുവിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സർക്കാർ ഇരകളോടൊപ്പമാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്? അല്ല, ഇതിനകത്ത് അനിൽ ഉയർത്തിയതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ആ രണ്ട് പ്രശ്നങ്ങളും ഞാൻ കുറേ അല്പം വിശദമായി ഞാൻ പറയാം. ഇത്തിരി സമയം കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓഗസ്റ്റ് 19 പുറത്തു വന്നത്. ഇന്ന് ഓഗസ്റ്റ് 30. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 96 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ നടന്മാരെക്കുറിച്ചും അവർ ലൈംഗിക പീഡനം നടത്തുന്നതിനെക്കുറിച്ചും വി ആർ ഇൻ എവിഡൻസ് എന്നാണ് പറയുന്നത്. എവിഡൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള നടന്മാർ ലൈംഗിക ചൂഷണം നടത്തി എന്നുള്ളത് സംബന്ധിച്ചും ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ 96 ഖണ്ഡികയിൽ പറയുന്നത്. ഇതിൽ നിന്ന് കാര്യം വളരെ ക്ലിയർ ആണല്ലോ. എന്ന് മാത്രമല്ല, ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഞങ്ങൾ നേരിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നവർ പറയുകയും, അവർ വേറൊരു ഭാഗത്ത് എഴുതിത്തന്ന മൊഴികളുണ്ട്, ലൈവ് വീഡിയോകളുണ്ട്, വാട്സാപ്പ് ചാറ്റുകളുണ്ട്, പെൻ ഡ്രൈവുകളുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ പുറത്ത് വിശദീകരിക്കുന്നില്ല, ഒരുപാടുണ്ട്. ഒന്നും ഒരു മാധ്യമങ്ങളെടുത്ത് ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടാവർത്തി വായിച്ചു കഴിഞ്ഞ ആളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും ഈ പിണറായി സർക്കാർ ഒരു ചുക്കും പറഞ്ഞിട്ടില്ല. ഇനി പിണറായി സർക്കാർ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? പിണറായി സർക്കാർ പറഞ്ഞിരിക്കുന്നത് ചില നടിമാർ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ 7 അംഗ സമിതിയെ വെച്ചിരിക്കുന്നു എന്നാണ് പിണറായി സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഹേമ കമ്മിറ്റി ഇല്ല, അത് വേറെ അങ്ങ് പോയി. ഹേമ കമ്മിറ്റിയെക്കുറിച്ച് അന്വേഷണമില്ല. ഇനി ഈ അന്വേഷിക്കാൻ വെച്ചിരിക്കുന്ന ഈ 7 അംഗ കമ്മിറ്റി ഉണ്ടല്ലോ, ആ 7 അംഗ കമ്മിറ്റിയിൽ ഓരോരുത്തരെ കുറിച്ചിട്ടും ഞാൻ പറയാം. കാരണം അവരാണല്ലോ സ്ത്രീ സുരക്ഷ സംരക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആളുടെ പേര് സ്പർജൻ കുമാർ എന്നാണ്. ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഈ സ്പർജൻ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ADGP AIG എന്താണെന്നറിയില്ല, എന്തോ AIG അല്ലേ, IG ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് തുടങ്ങാം. അയാൾ 2005 ഒരു വനിതയുമായി ലിവിങ് ടുഗദറിലായിരുന്നു.
അവർ കോയമ്പത്തൂർ ഏതോ ബാങ്കിൽ ജോലി ചെയ്യുന്നൊരു സ്ത്രീ ആയിരുന്നു. അന്ന് അയാൾ SP എന്താണെന്നുള്ളത് എനിക്കറിയില്ല, 2005 അവരുമായി ലിവിങ് ടുഗദറിലായിരുന്നത് അവരെ വിവാഹം കഴിക്കും എന്നുള്ള ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അവസാനം അവരെ വഞ്ചിച്ചു, അവരെ ചീറ്റ് ചെയ്തു, വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവരുടെ പേരെന്തോ സന്ധ്യയെന്നോ സിന്ധ്യയെന്നോ കണ്ടാണ്. ഈ സ്ത്രീ സ്പർജൻ കുമാർ തന്നെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് പരാതി കൊടുക്കുകയും അന്ന് DGP ആയിരുന്ന ശ്രീമാൻ രമൺ ശ്രീവാസ്തവ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അന്ന് IGO AIGO ഏതാണ്ട് എന്തോ ആയിരുന്നാൽ എന്താണ് അവരുടെ പേര് ശ്രീലേഖ IPS ചുമതലപ്പെടുത്തി. ശ്രീലേഖ IPS കോയമ്പത്തൂർ പോയി ഈ സ്ത്രീയെ കണ്ടു, മൊഴിയെടുത്തിട്ട് അവർ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു. ആ റിപ്പോർട്ടിൽ അവർ പറഞ്ഞു ഈ സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചതായിട്ട് തെളിവുകളൊന്നുമില്ല, പക്ഷേ ഈ സ്ത്രീയെ ചതിച്ചിട്ടുണ്ട്, അതായത് ചീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ആ റിപ്പോർട്ട് ചവിട്ടുകൂട്ടലിൽ പോയി. അപ്പോൾ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ വെച്ചിരിക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ തന്നെ ഒരു സ്ത്രീയെ ചതിച്ചു, ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു വിഷയത്തിൽ ആരോപണ വിധേയനാണ്. ഒന്നാമത്തെ ആള് അയാളാണ് ടീം ലീഡർ. ഇനി അതിലിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതിൽ G പൂങ്കുഴലി എന്ന് പറഞ്ഞൊരു IG ഉണ്ട്, പൂങ്കുഴലി. അവരെക്കുറിച്ചൊരു ഒരു ഇര എന്ന് പറഞ്ഞത് പൂങ്കുയിൽ എന്നാണ് പറഞ്ഞത്. എന്തായാലും പാട്ടെ, പൂങ്കുഴലിയെ സംബന്ധിച്ചിടത്തോളം പൂങ്കുഴലി 3 കേസുകൾ അട്ടിമറിച്ചു എന്നുള്ള വിവരമാണ് എൻ്റെ ഉള്ളത്. 3 കേസുകൾ. അതിലൊന്ന് വേറൊന്നുമല്ല, കൊടകര കുഴൽപ്പണ കേസാണ്. അത് അട്ടിമറിച്ചു എന്നുള്ള ആരോപണമുണ്ട്. 1. 2, അവരേറ്റവും നീചവും നികൃഷ്ടവുമായി അട്ടിമറിച്ചു എന്ന ആരോപണമുള്ളത് വാളയാറിലെ ആ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, 9 11 വയസ്സുള്ള ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. ആ കേസ് അവർ നല്ല സുന്ദരമായി അട്ടിമറിച്ചു കൊടുത്തു എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട്. NJ സോജൻ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ടവൻ, അവൻ്റെ വിധാംശങ്ങൾ അവനും ചേർന്ന് നിന്നുകൊണ്ടാണ് ഇവർ അട്ടിമറിച്ചെന്നുള്ളതാണ് ഈ പൂങ്കുഴലിയെ കുറിച്ചുള്ള 2ാമത്തെ ആരോപണം. 3ാമത്തെ ആരോപണം എന്താണെന്നറിയാമോ? വടക്കാഞ്ചേരി സ്ത്രീപീഡന കേസുണ്ട്. അതെനിക്ക് തോന്നുന്നത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മറ്റാണെന്ന് തോന്നുന്നു. അന്ന് ആ പെൺകുട്ടിയെയും കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അവരെ കൊണ്ടു നടന്ന് പീഡിപ്പിച്ചു. അവസാനം അവരെ ജീവിക്കുന്ന സ്ഥലത്തേക്ക് പോലും കയറ്റാതെ അവിടുത്തെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലും കണ്ടായിരുന്നു ജയന്തൻ എന്ന് പറഞ്ഞൊരു CPM കൗൺസിലർ, ആ കൗൺസിലറെ കൊണ്ടുനടന്ന് പീഡിപ്പിച്ചു എന്നുള്ള കേസ് അട്ടിമറിച്ചു കൊടുത്തതും ഇവരാണ് എന്നുള്ള ആരോപണമുണ്ട്. 3 തൂവലുകളാണല്ലോ, 3 പൊൻതൂവ്, 3 കാക്കത്തൂവലുകൾ തലയിലുള്ള പൂങ്കുഴലിയാണ് ഈ ഇരകളെ ഇപ്പം കണ്ട് കയറിയിറങ്ങി നടന്നങ്ങോട്ട് അന്വേഷിക്കുക എന്നും. ഞാൻ വേറെ ആരോപണമുണ്ട്, അത് ഞാൻ അവസാനം പറയാം. അതാണ് 2ാമത്തെ ആൾ. 3ാമത്തെ ആളുടെ പേര് ഷെറിൻ ജോസഫ് IPS. അവരാണ് കിളികൊല്ലൂർ എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു സൈനികൻ ഉൾപ്പെടെ 2 പേരെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു. നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടെ അത് കണ്ടതാണ്. ആ കേസ് അന്വേഷിച്ചിട്ട് ഈ ഷെറിൻ ജോസഫ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരിയായിട്ടുള്ള ഞാൻ പറഞ്ഞ കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ഈ ചെറുപ്പക്കാരിയായിട്ടുള്ള IPS പെണ്ണുങ്ങളൊക്കെ ഇതുപോലെ അധപ്പതിക്കാതെ അവർ സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞെന്താണെന്നറിയാമോ? മർദ്ദനം ക്രൂരമായി ഏറ്റിട്ടുണ്ട്, പക്ഷേ ആരാണ് മർദ്ദിച്ചത് എന്നുള്ളതിന് തെളിവില്ല എന്ന് പറഞ്ഞ് ആ കേസ് അട്ടിമറിച്ചു കൊടുത്തവരാണ് ഷെറിൻ ജോസഫ് IPS. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതിൽ 3 or 4 സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളിൽ ഒരാൾ മദ്യപാനിയാണെന്നുള്ള ആരോപണം ഞാൻ ഉന്നയിക്കുന്നു. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ 4 പേരിൽ ഒരാൾ ആരാണെന്ന് എനിക്കറിയാം, ഞാൻ പുറത്ത് പറയുന്നത്. അവിടെ നിൽക്കട്ടെ. അപ്പം സ്പർജൻ കുമാറിനെ കുറിച്ച് പറഞ്ഞു, പൂങ്കുഴലിയെ കുറിച്ച് പറഞ്ഞു, ഷെറിൻ ജോസഫിനെ കുറിച്ച് പറഞ്ഞു. ഇനി V അജിത്ത് എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. അവൻ എന്തോ AIGO എന്തോ ഒരുത്തനാണ് അവൻ. അവനെ പണിഷ്മെൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ് എന്നതിന് ഉള്ള നോട്ട് ഉൾപ്പെടെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നതാണ്. അത് സ്ത്രീ വിഷയമാണോ? അല്ല, അതാണെന്നറിയില്ല. അത് ഈ സോളാർ കമ്മീഷനും കണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദ ചീഫ് മിനിസ്റ്റർ ഡിസയേഴ്സ് ടു ട്രാൻസ്ഫർ ദ ഫോളോയിങ് പോലീസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ നോട്ടുണ്ട്. അതായത് ഇവനെ പണിഷ്മെൻ്റ് എന്നുള്ള നിലയിൽ ഇവനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് മുഖ്യമന്ത്രി താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞ് MV ജയരാജൻ്റെ നോട്ടാണത്. അയാളുടെ ആദ്യത്തെ പ്രൈവറ്റ് സെക്രട്ടറി. അത് പ്രകാരം ശിക്ഷിക്കപ്പെട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടവനാണ് V അജിത്ത്. അപ്പോൾ അതാണ് 4ാമത്തെയോ 5ാമത്തെയോ.
പിന്നെ മധുസൂദനൻ എന്ന് പറഞ്ഞ വേറൊരുത്തനും കൂടെ ഉണ്ട് അതിനകത്ത്. അവനെന്തോ SP മറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ക്രൈംബ്രാഞ്ച് SP. അവൻ ആരാണെന്ന് ചോദിച്ചാൽ മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം പാർട്ടി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ ആളുകളെല്ലാം കോർപ്പറേഷനിൽ നിയമിച്ചേക്കണം നിയമന വിവാദം കൊണ്ടുവന്നല്ലോ. ആ വിവാദം കൊണ്ടുവന്നപ്പോൾ ആ കേസും അട്ടിമറിച്ചവനാണ് ഈ മധുസൂദനൻ. അജിത ബീഗം മാത്രമേ ഉള്ളൂ. അവരും അപ്പോ എന്താണ് യഥാർത്ഥം സംഭവിച്ചിരിക്കുന്നത്? പിണറായി വിജയനും P ശശിയും കൂടി സ്ത്രീപീഡനം നടന്നു എന്ന് വെളിപ്പെടുത്തലുകൾ നടത്തിയ സ്ത്രീകളുടെ അടുത്ത് ചെന്ന് അവരെ സഹായിച്ച് സ്ത്രീപീഡകരെ പൊക്കിയെടുക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിൽ ഉള്ളവന്മാർ മുഴുവൻ അട്ടിമറി വീരന്മാരാണ്. കേസ് അട്ടിമറിച്ചവന്മാരെ കണ്ടുപിടിച്ച് പൊക്കിക്കൊണ്ടുവന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ ഇതല്ല ഇങ്ങനെ തപ്പിയെടുക്കുന്നു. ഇനി അല്ല, അതൊക്കെ ഞാൻ അതിനോടൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പക്ഷെ പറയാ, എനിക്കൊറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതെന്നറിയാമല്ലേ, ഇതൊക്കെ നിങ്ങൾ മാധ്യമപ്രവർത്തനം ചെയ്യേണ്ട കാര്യമാണ്. ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. ഇനി അവിടെ നിൽക്കട്ടെ. ഇനി എന്നെ അത്ഭുതപ്പെടുത്തുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു ഇര, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ആ ഇര കഴിഞ്ഞ ദിവസം വന്നിട്ട് പറയുകയാണ്, ഓ എന്തൊരു നല്ല സ്ത്രീകളാണ് ഈ പൂങ്കുഴലി എന്നുള്ള തെറ്റിപ്പോയി, പൂങ്കുയിൽ നിന്നായിപ്പോയി. പൂങ്കുയിൽ എൻ്റെ അടുത്ത് വന്നു, പിന്നെ ഈ സ്ത്രീകളെല്ലാം വന്നു, ഒരു കുടുംബം പോലെയാണ് അവരെൻ്റെ അടുത്ത് വന്ന് ഇത് എത്ര നേരം അവരെൻ്റെ കൂടെ ഇരുന്ന് മൊഴിയെടുത്തു. എനിക്ക് സത്യം പറഞ്ഞാൽ അവരെക്കുറിച്ചിട്ട് ഭയങ്കര ബഹുമാനം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ ഈ ഇര, ഞാൻ അവരുടെ പേര് ഞാൻ പറഞ്ഞേക്കാം, കാര്യം അവർ ചാനൽ വന്നതാണ്. അവരുടെ പേരാണ് മീനു മുനീർ. അവരാണ് മുകേഷിനെതിരെ പരാതി പറഞ്ഞിട്ടുള്ളത്. അവരിതെല്ലാം പറഞ്ഞിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നു. പൂങ്കുയിൽ, പിന്നെ അജിത ബീഗം എന്നും പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് ഈ അന്വേഷണ സംഘത്തിന് അങ്ങോട്ട് പൂഴ്ത്തിയിട്ട് അവസാനം പറയുകയാണേ. അവരവസാനം പറയണം, പിണറായി സാറിനോടുള്ള എൻ്റെ നന്ദി. പിണറായി സാറിനെ പോലെ ഇത്രയും നല്ലൊരു മനുഷ്യൻ. ഇപ്പം ഞാൻ പിന്നെ ഇങ്ങോട്ട് ജനചാനലിലേക്ക് വരുമ്പോഴും ഒരു വീഡിയോയിൽ അവർ പിണറായി സാറിനെ പൊക്കുകയാണ്. എന്നിട്ട് അവർ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനം കണ്ടപ്പോൾ ഐ വാസ് ഓവർവെൽംഡ്. ആ സ്ത്രീ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഈ അട്ടിമറി വീരന്മാർ അവരുടെ പണി തുടങ്ങി. ഈ അട്ടിമറി വീരന്മാരെ ശശി കൊണ്ടുവന്ന് വെച്ചത് ഈ സ്ത്രീകളെ എല്ലാം കണ്ട് അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർ സ്ത്രീയെ കൈകാര്യം ചെയ്യും. മീനു മുനീറിന് ഈ ചർച്ച കേൾക്കുന്നുണ്ടെങ്കിലും എന്ത് വരുന്നാലും എനിക്ക് സംശയമൊന്നുമില്ല, മീനു മുനീറിനെ അവർ സെറ്റിൽ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മീനു മുനീർ പിണറായി വിജയൻ സാറിനെ പൊക്കി തലയെ വെക്കുകയാണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ എന്ന് മാത്രമല്ല, ഇനി ഞാൻ വരുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ രേവതി രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീ സിദ്ദിഖിനെതിരെ സമ്പത്ത് പറഞ്ഞല്ലോ, അവരെ കുറിച്ചിട്ടുള്ള വാർത്ത ഞാനിപ്പോൾ കണ്ടു. എന്താണെന്നറിയാമോ? അവരുടെ തെളിവുകളും ഒന്നും തെളിയിക്കാൻ പറ്റുന്നില്ല. അവരെപ്പോഴാണ് ബലാത്സംഗം ചെയ്തെന്നുള്ള തെളിവുകൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവരെന്നാണ് അങ്ങോട്ട് പോയത് വന്നത് എന്നൊന്നും ഉള്ള വിവരം പോലീസിൻ്റെ ഇല്ല. അപ്പോൾ പോലീസിന് ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ട് അവരുടെ പണിയും ഏതാണ്ട് പോലീസ് തീർത്തിട്ടുണ്ട്. പോലീസിന് സിദ്ദിഖിൻ്റെ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള വാർത്ത പറഞ്ഞെങ്കിൽ അത് പോലീസ് കൊടുത്താണെന്നുള്ളത് ഏത് മരപ്പൊട്ടനും മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ശശി ചെയ്തിട്ടുള്ള പണി ഏതാണ്ട് 90% ഈ സ്ത്രീകളെ വെച്ച് അവർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. സ്ത്രീകളുടെ അടുത്ത് പോകാൻ പറ്റിയ സ്ത്രീകളെ കണ്ടുപിടിച്ച് വെക്കാൻ നല്ല ബിരുദനാണ് P ശശി ആ പണി ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ദയവായി ഈ വിഷയത്തിൽ ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ പൊതുമണ്ഡലത്തിൽ പൊതുജനങ്ങളുടെ അടുത്തും സ്ത്രീകളുടെ അടുത്തും ഈ പറയുന്ന അട്ടിമറി ശ്രമങ്ങൾ പിന്നെ പറഞ്ഞ് സ്ത്രീകളെയും ജനങ്ങളെയും സംഘടിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം, വരും ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടോളൂ, തെളിവില്ല എന്നും പറഞ്ഞ് ഇത് മുഴുവൻ പോകും ഒരു വശത്ത്. ഇനി ഞാൻ ഒരു ഞെട്ടിക്കുന്ന കാര്യം കൂടെ പറഞ്ഞേക്കാം, പിന്നെ ചർച്ച തീരുന്നതിന് മുമ്പ് സമയത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉറപ്പ് പറയുന്നു, മുകേഷിന് പിന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് മുകേഷിന് ജാമ്യം കിട്ടിയിരിക്കും. എഴുതി വെച്ചോ, നിങ്ങൾ എഴുതി വെച്ചോ. കാരണം അവിടെ ഇരിക്കുന്ന ജഡ്ജി തൃശ്ശൂരിലെ CPM ജില്ലാ സെക്രട്ടറിയുടെ മകളാണ്. ആ കോടതിയിൽ നിന്ന് ഈ ജഡ്ജിയുടെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അനിലക്കര പറഞ്ഞു കഴിഞ്ഞു, അണിയം വർഗീസ് എന്നാണ് അവരുടെ പേര്. പരാതിയും കൊടുത്തു. അവരുടെ കോടതിയിൽ നിന്ന് പിണറായി സർക്കാരിനെതിരെ ഒരു വിധി വന്നിട്ടുണ്ടോ? അനിൽ ഒന്ന് പറഞ്ഞേ. 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ
അതിജീവിതയുടെ കേസും അല്ല, അതിജീവിതയുടെ ഞാൻ അവസാനം പറയാം. പിന്നെ ക്രൈം നന്ദകുമാറിനെതിരെ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം അയാൾക്കെതിരെ കേസെടുത്തു. ഒരു സ്ത്രീ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, അവരെ എന്തോ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. ആ കേസ് ഹണി എം വർഗീസിന് മുന്നിൽ ചെല്ലുന്നു. ഹണി എം വർഗീസ് കേസ് വിശദമായി പരിശോധിച്ചിട്ട് പറയുന്നു, അത് സെക്ഷുവലായിട്ട് അയാൾ ആ സ്ത്രീ എടുത്ത് പെരുമാറി എന്നുള്ളത് തെളിവൊന്നുമില്ല, പക്ഷേ ഞാൻ ജാമ്യം കൊടുക്കുന്നില്ലെന്ന്. എന്ത് അവരുടെ പിന്നെ CPM-ന്റെ പാർട്ടി ഓഫീസിൽ നിന്നാണോ ഇവിടെ നിയമം തീരുമാനിക്കുന്നത്? ഹണി എം വർഗീസ് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ഭരണഘടന നോക്കിയിട്ടാണോ അതോ യഥാർത്ഥ ഭരണഘടന നോക്കിയിട്ടാണോ? ആ വിധിയിൽ അവർ പറയുകയാണ് സെക്ഷുവലായിട്ടൊന്നുമില്ല, പക്ഷേ ജാമ്യം ഞാൻ കൊടുക്കുന്നില്ല. ആ കേസിൽ 32 ദിവസമാണ് നന്ദകുമാർ ജയിലിൽ കിടന്നത്. ആ ജയിലിൽ കിടന്നിട്ട് പിന്നെ നന്ദകുമാറിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലെ ന്യായാധിപനായിട്ടുള്ള സിയാദ് റഹ്മാൻ കൈകാര്യം ചെയ്തപ്പോൾ സിയാദ് റഹ്മാൻ പറഞ്ഞെന്താണെന്നറിയാമോ? കീറക്കടലാസിൻ്റെ വില പോലുമില്ല ഈ FIR-ന്. ഈ FIR എടുത്ത് ചവറ്റോട്ടെ കളയണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദകുമാറിന് ജാമ്യം കൊടുത്തു. അവരാണ് ഹണി വർഗീസ്. അത് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ ജാമ്യത്തിന് ചെന്നതാണ് പിന്നെ ഷാജൻ സ്കറിയയ്ക്കും അവർ ജാമ്യം കൊടുത്തില്ല. കാരണം അവരെവിടെ നിന്നാണ് ഈ പിന്നെ തീരുമാനം മേടിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ സംശയം. മനസ്സിലായോ? നിയമപുസ്തകങ്ങൾ നോക്കിയിട്ടാണോ അതോ വേറെ വല്ലയിടത്തുനിന്നാണോ? ഷാജൻ സ്കറിയുടേതും പോയി. അതിജീവിതരെടുത്ത് എങ്ങനെയാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? 2017 എടുത്ത കേസ് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഹണി എം വർഗീസ് എന്ന് പറഞ്ഞ ഈ വനിത ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ അനിലിന്? അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബിജു പൗലോസിനെ 100 ദിവസത്തിലധികമായി ഈ ഹണി വർഗീസ് വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 ദിവസത്തിലധികമായി നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ട കേസിൽ 100 ദിവസത്തിലധികമായി അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇവർ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. മെമ്മറി കാർഡ് പോയതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുള്ള ഇവരാണ് ഈ ഹണി വർഗീസ്. അവരുടെ കോടതിയിലോട്ടാണ് ചെന്നിരിക്കുന്നത്. അവിടെ ജഡ്ജ്മെൻറ്റ് ഞാൻ വായിച്ചു നോക്കി. എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഈ ജഡ്ജ് ആ വിധി എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ അങ്ങനെ പരിശോധിച്ചു, അപ്പം പിന്നെ വക്കീൽ അങ്ങനെ പറഞ്ഞു, വക്കീൽ ഇങ്ങനെ പറഞ്ഞു, അത് ഏതാണ്ട് 2010 എടുത്ത കേസാണ്, അതുകൊണ്ട് പിന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതെന്ത് ഭരണഘടനയാണ് ഈ ഹണി എം വർഗീസിനെ നയിക്കുന്നത്? പാർട്ടി ഓഫീസിലെ ഭരണഘടനയാണോ അതോ രാജ്യത്തെ ഭരണഘടന നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളാണോ? എന്തടിസ്ഥാനത്തിലാണ് അവർ ഇയാൾക്ക് ജാമ്യം പിന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്? 354 അവർക്കെതിരെ 376(1) 376(1) ഹണി എന്തോ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ 376(1) എന്ന് പറഞ്ഞ വകുപ്പ് ഇടുമ്പോൾ അറസ്റ്റ് പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഹണി എം വർഗീസെ ഞാൻ ചോദിക്കട്ടെ. ഒന്നുമില്ലാതെ 8 ദിവസം ജയിലിൽ കിടന്നവനാണ് ഹണി എം വർഗീസെ. ഞാൻ ഒന്നുമില്ലാതെ 8 ദിവസം ജയിലിലിട്ടതാണ് എന്നെ. ഇതുവരെ കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ റേപ്പിൻ്റെ ചാർജ് ഇട്ട ഒരു നരാധമൻ അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ അറസ്റ്റ് തടയുകയാണ്. എന്തിനാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് അറിയാമോ? അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം. 3-ാം തീയതി വരെ പോലീസുകാർക്ക് സമയം കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ പോലീസുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് 3-ാം തീയതിക്കുള്ളിൽ പോലീസ് പിന്നെ അന്വേഷിക്കും. ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ഈ റിപ്പോർട്ട് പോലീസ് കൊണ്ടുവന്ന് കോടതിയിൽ സമർപ്പിക്കും. ഇപ്പോൾ റിപ്പോർട്ട് എടുത്ത് നോക്കിയിട്ട് ഈ ഹണി എം വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ ന്യായാധിപയാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. വ്യക്തമാണ്. അവർ പറയും ഇതിനകത്തൊരു ചുക്കുഞ്ഞുണ്ടാകില്ല, അതുകൊണ്ട് മുകേഷിനെ അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറയും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ചർച്ച ഈ പറഞ്ഞ പോലെ വിമൻ ഇൻ സിനിമ കളക്റ്റീവിലെ ആരെങ്കിലുമോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വനിതാ നേതാക്കന്മാർ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോടുള്ള എൻ്റെ കൈകൂപ്പി പിടിച്ചുകൊണ്ടുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അട്ടിമറിച്ച് നശിപ്പിക്കാൻ പിന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ പിണറായിയും പി ശശി എല്ലാം കൂടി. അതുകൊണ്ട് നിങ്ങളിതിനകത്ത് ഇപ്പോൾ നിങ്ങളിന്ന് കുറച്ച് പേര് AK സെൻറ്റർ ഉപരോധിക്കുന്നു ഒക്കെ ഞാൻ കേട്ടു. അങ്ങനെ വല്ലതും ഒക്കെ ചെയ്യാതെ ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെന്തെങ്കിലും നിങ്ങൾ ചെയ്യണമെങ്കിൽ 3-ാം തീയതിക്ക് മുമ്പ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ 3-ാം തീയതി പിന്നെ മുകേഷ് ഇങ്ങനെ ചിരിച്ച് കളിച്ച് അവൻ ഇറങ്ങി അവൻ്റെ വഴിക്ക് പോകും. അതുകൊണ്ട് ഈ ക്യാമ്പയിൻ അവസാനിച്ചു പോകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ഹരിദാസ്, എന്തായാലും അട്ടിമറി ശ്രമങ്ങൾ ഒരു ഭാഗത്ത് സജീവമായി ആരംഭിച്ചിരിക്കുന്നു. ശ്രീ ഹരിദാസ്, ഇക്കിളി കഥകൾ ഓരോ ദിവസം ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളൊക്കെ അകന്നു പോവുകയാണോ എന്ന് സംശയിക്കുകയാണ്. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്, അല്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട ചില പ്രമുഖരുടെ പേരുകളുണ്ട്. അവർക്കെതിരെ പോക്സോ കേസ് പോലും രജിസ്റ്റർ ചെയ്യാം എന്നൊരു ഫൈൻഡിങ്ങും റിട്ടയർഡ് ജസ്റ്റിസ് ഹേമയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രമുഖരുടെ പേരുകൾ ഇതുവരെയായും സർക്കാർ
പുറത്ത് വിടുന്നില്ല. മാത്രമല്ല ഇങ്ങനെ ഒരു തട്ടിക്കൂട്ടി ഒരു അന്വേഷണം, ആ അന്വേഷണ സംഘത്തിലുള്ളവരുടെ യോഗ്യതകളാണ് ഇപ്പോൾ ഷാജഹാൻ ഇവിടെ വിവരിച്ചത്. ഇത് നേരെ ചൊവ്വേ പോകുന്നു തോന്നുന്നുണ്ടോ താങ്കൾ? ഇനി എത്ര സത്യസന്ധരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചു കഴിഞ്ഞാലും, എത്ര സത്യസന്ധയായിട്ടുള്ള ജഡ്ജി ഈ കേസ് കേട്ട് കഴിഞ്ഞാലും ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അനിൽ നമ്പ്യാർ ഈ കേസിൽ. ഇതൊക്കെ ഇതേമാതിരി ഇപ്പോൾ ഇതിനു മുമ്പ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ നടിമാരും അതുമാതിരി തന്നെ മറ്റുള്ള സ്ത്രീകളൊക്കെ വെളിപ്പെടുത്തലിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തോ സ്ത്രീ പീഡനം നടന്നു കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിലെ പരാതിപ്പെടണമെന്നുള്ള സുപ്രീം കോടതിയുടെ വിധി, ഞാൻ അതിലേക്കൊന്നുമല്ല പോകുന്നത്. കാരണം എത്ര സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിച്ചാലും അത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടിയുള്ള കേസ് അന്വേഷണമായിട്ട് മാറുമ്പോൾ അവരെന്താണ് അതിൽ അന്വേഷിക്കുക? ഇപ്പോൾ പൂങ്കുഴലിനെയും വിട്ടോളൂ, അല്ലെങ്കിൽ അജിതിനെയും വിട്ടോളൂ, എല്ലാവരെയും വിട്ടോളൂ. ഇപ്പോൾ നമ്മുടെ ഒരു ബെഹ്റേനെ 5 കൊല്ലം പൂവിട്ട് വാഴിച്ച ഒരു സർക്കാരാണ് ഇവിടെ. ഈ ബെഹ്റയുടെ ക്വാളിറ്റി എന്താണുള്ളത്? അത്തരത്തിലൊരു ബെഹ്റയെ വാഴിച്ചിട്ടുള്ള ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്നും സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് ഈ അന്വേഷണം എത്തില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇവർ ഇത്തരക്കാരിയത് ഏൽപ്പിക്കുള്ളൂ. കാരണം അവർക്ക് താല്പര്യമുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെടണം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതികളിൽ നിന്നും കേസ് തള്ളണം. അപ്പോൾ ഒരു നെഗറ്റീവ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ പേരിൽ ഒരു ടീമിനെ നിശ്ചയിച്ചു എന്നതിനപ്പുറം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്, കേരളം ഇപ്പോൾ ഭരിക്കുന്നതും ഇതിനു മുമ്പ് 5 വർഷം ഭരിച്ചതുമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് സ്ത്രീപക്ഷത്തോട് യാതൊരുവിധ പ്രതിപത്തിയുമില്ല. അവർ നേരിടുന്ന പീഡനങ്ങളോടൊരു പ്രതിപത്തിയുമില്ല. പീഡനം നേരിടാതെ സ്ത്രീകൾക്ക് ജീവിക്കാൻ വേണ്ടുന്നൊരു ചുറ്റുപാടൊരുക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ ആഗ്രഹവുമില്ല എന്ന് വാളയാറിലെ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ കേസ് ഈ കോലത്തിലാക്കാൻ വേണ്ടി അവർ കാണിച്ച വ്യഗ്രതയും, അതിനുശേഷം ഇനിയിപ്പോൾ എന്തിനാ അങ്ങോട്ടൊക്കെ പോണത്? ഇനിയിപ്പോൾ പീഡന കേസുകൾ വിടൂ. ICUവിലെ ഒരു സ്ത്രീ പീഡനത്തിനിരയായി, ആ സ്ത്രീക്ക് നീതി ലഭിച്ചില്ല. ഇന്നും ആ സ്ത്രീ നീതി ലഭിക്കാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീയോട് അനുഭാവം പുലർത്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ തൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിന് ഹൈക്കോടതിയിൽ നിന്ന് കൊണ്ടുപോയ ഒരു ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 7 ദിവസം ആ സ്ത്രീ സത്യാഗ്രഹം ഇരുത്തിച്ചവരാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ഇവരിൽ നിന്നാണോ ഇപ്പോൾ ഈ പീഡന പരാതിയുമായി വന്നിട്ടുള്ള സ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ പോകുന്നത്? എന്നോട് അനിൽ നമ്പ്യാർ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഒന്നും സംഭവിക്കില്ല. ഈ മാന്യന്മാരൊക്കെ ഇതിൽ നിന്നും വിടുതൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ അവരൊക്കെ പീഡനം നടത്തിയിരുന്നത് അത്തരം പീഡനമുറകളുമായിട്ട് അവർ മുൻപോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല അനിൽ നമ്പ്യാർ. 2 ദിവസം മുമ്പ് ഷൊർണൂർ നടന്നിട്ടുള്ള, പാലക്കാട് ജില്ലയിലെ എവിടെയാണെന്ന് എനിക്കറിയില്ല, ഒരു സ്ഥലത്ത് 2 പീഡക വിദഗ്ധർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്ലേഷിച്ചുകൊണ്ട് പൊക്കി പറഞ്ഞതൊക്കെ കേട്ടിട്ടില്ലേ? എന്തോ ഒരു നല്ല മനുഷ്യനാണ് ഈ PK ശശി. അപ്പോൾ തിരിച്ചു പറയുകയാണ്, അതിനേക്കാൾ നല്ല മനുഷ്യനല്ലേ ഈ ഗണേഷ് കുമാർ. എനിക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവർ വേണ്ടത് എന്താണെന്നറിയോ? ഈ മുകേഷിനെ ആശ്രാമം മൈതാനത്ത് കൊണ്ടുവന്ന് ഒരു സ്വീകരണം കൊടുക്കണം. AK ശശീന്ദ്രനെ ആ സ്വീകരണത്തിൻ്റെ അധ്യക്ഷനാക്കണം. നീലാ ലോഹിദാസ് നാടാരുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അവിടേക്ക് കൊണ്ടുവരണം. അതുമാതിരി തന്നെ ഗണേശനെയും കൊണ്ടുവരണം, PK ശശീനെയും കൊണ്ടുവരണം. എന്നിട്ടൊരു സ്വീകരണം ഒരുക്കിക്കൊണ്ട് ഇവരൊക്കെ കൂടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്ലേഷിച്ചുകൊണ്ട് പറയണം, നമ്മളൊക്കെ എത്ര നല്ല മനുഷ്യരാണ്, നമ്മളെക്കാൾ മോശമായ മനുഷ്യരോടാണ് നമ്മൾ ഈ അഭിസംബോധന ചെയ്ത്. അത് കേട്ടിട്ടും കൈയടിക്കാൻ വേണ്ടിയിട്ട് കുറേ പേരുള്ള ഈ നാട്ടിലെ ഇപ്പം പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് നീതി ലഭിക്കുമെന്ന് പറയുന്നത് അങ്ങേയറ്റം അസംബന്ധമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അനിൽ നമ്പ്യാർ. ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ശ്രീ ഷാജഹാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇവരുടെ ക്വാളിറ്റിയെ പറ്റിയിട്ട്. CPMൻ്റെ സാംസ്കാരിക താത്വിക ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്നൊരു വ്യക്തി. അദ്ദേഹത്തെ കഴിച്ചിട്ട് ഇവർക്ക് നമുക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സാംസ്കാരിക നായകനുള്ളൂ. ഞാൻ ഈ സംഭവം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം 50-55 വയസ്സുണ്ടായിരിക്കും. അദ്ദേഹം സിനിമാ നടനാണ്, സർവ്വസമ്മതനാണ്. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ടാണ് അന്ന് എറണാകുളത്ത് നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഗുരുവായൂരിലേക്ക് പോവുക. ഞങ്ങൾ 2 വീട് ഗുരുവായൂരാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ജോലി ചെയ്യണം. അപ്പോൾ ഞങ്ങൾ 2 കൂടി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കൂ ഹരി, എനിക്ക് പാലയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കല്യാണം ഉണ്ട് നാളെ. ആ കല്യാണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് അവിടെ പോകണം. അപ്പോൾ ഹരിക്ക് എൻ്റെ കൂടെ അവിടെ വരെ വരുന്നതിന് വിരോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിരോധമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പോയി അവിടെ ചെന്നു. ഞങ്ങളെ ആതിഥേയർ എന്ന നിലയ്ക്ക് സ്വീകരിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുകളിൽ ഈ സാംസ്കാരിക നായകനുണ്ട്,
അവിടെ വെള്ളടിയുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. അപ്പം എൻ്റെ കൂട്ടുകാരൻ വെള്ളടിക്കുക. അപ്പോൾ ഈ സാംസ്കാരിക നായകനെ കാണാലോ, അദ്ദേഹത്തിൻ്റെ വർത്തമാനമൊക്കെ കേൾക്കാലോ എന്ന നിലയ്ക്ക് ഞാൻ മുകളിലേക്ക് ചെന്നപ്പോൾ, ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നപ്പോൾ വലിയൊരു ഹാളിൽ ഇദ്ദേഹം ഒരു ചാരു കസാലയിൽ കിടക്കുന്നുണ്ട്. ചുറ്റുപാടും കുറേ ആശ്രിതരിയ്ക്കുന്നുണ്ട്. വെള്ളം മദ്യപാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനനുസരിച്ച് തീറ്റി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ശ്രദ്ധിച്ചത്, ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയുക അനിയൻ നമ്പ്യാർ, 10 വയസ്സും 12 വയസ്സുമുള്ള കുട്ടികളെ ലൈംഗികമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള പുള്ളിയുടെ എക്സ്പീരിയൻസാണ് അവിടെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേട്ടിരിക്കുന്ന 10 അതും ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ തന്നെയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ പറയണേ, എനിക്ക് തല തെരിച്ചു. കാരണം എൻ്റെ വന്ന കൂട്ടുകാരന് അദ്ദേഹത്തിന് പെൺകുട്ടികളാണ്. എനിക്ക് പെൺകുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പെൺകുട്ടികളോട് അങ്ങേയറ്റം പറഞ്ഞില്ലേ, അവരോട് വാത്സല്യമാണ്. പക്ഷേ ഈ ക്രൂരനായ മനുഷ്യൻ 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടികളെ ഏത് നിലയിലാണ് ലൈംഗികമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടത് എന്നങ്ങോട്ട് വിവരിക്കുകയാണ്. അങ്ങോട്ട് കാലഘട്ടത്തിൻ്റെ കളിയായിരിക്കാം ഈ മനുഷ്യനെ ഇപ്പോൾ വളരെ വൈകിട്ട് ഒരു ഏകദേശം 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് 10 വയസ്സായ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കാലഘട്ടം കൊടുത്തിട്ടുള്ള ഒരു മറുപടിയായിട്ട് എനിക്ക് തോന്നി. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാംസ്കാരികതയും ഇവരുടെ സ്ത്രീ സംരക്ഷണവും. ഇവിടെ സ്ത്രീ സംരക്ഷണം എല്ലാ കാലത്തും ചുവരെഴുത്തുകൾ മാത്രമാണ് എന്നുള്ളത് നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ നടന്നിട്ടുള്ള സംഭവത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രമുഖർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെന്നും അതിൽ യാതൊരു സംശയവുമില്ലാതെ അതിൻ്റെ അന്വേഷണം മുരടിപ്പിച്ചുകൊണ്ട് ഈ പ്രമുഖരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ എല്ലാവിധ കളിയും കളിക്കുമെന്ന് ഉറപ്പാണ്. ഇതിലൊരു കാര്യം മനസ്സിലാക്കണേ, എൻ്റെ ഹൈക്കോടതിയിലെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന വക്കീലിനോട് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ, ഈ ജസ്റ്റിസ് ഹേമയെ, ഈ അന്വേഷണ കമ്മീഷനെ കൂടുതൽ വിവരങ്ങൾ ആരായാൻ വേണ്ടിയിട്ട് അവരിൽ നിന്നും തെളിവെടുക്കാം. ഈ പ്രമുഖർ ഇപ്പം ഈ ഷാജഹാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള 96-ാം ഖണ്ഡികയിലത്തെ കാര്യങ്ങൾ പോലെ 96-ാം പേജിലത്തെ ഖണ്ഡികയിലെ കാര്യങ്ങൾ, ഇതിലാരാണ് ഈ പ്രമുഖർ, ഈ വാതിൽ മുട്ടിയത് ആരാണെന്നുള്ളത് മൊഴികളെടുക്കാം. ഇവർക്കിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് കോടതിയുടെ ഉത്തരവില്ലാതെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് തഞ്ചം കളിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഇവിടെ ചെയ്യാൻ ഒരുപാടുണ്ട്. കാരണം ഇതിൽ പോക്സോ കേസ് എടുക്കാവുന്ന കുറ്റകൃത്യം ചെയ്തവരുണ്ട് ഈ പ്രമുഖരിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശദീകരണം തേടാൻ വേണ്ടിയിട്ട് ഈ ജസ്റ്റിസ് ഹേമയെ വിളിച്ചിട്ട് അവരിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള അനുവാദം ഇവിടുത്തെ ഒരു നീതി നിയമ സംവിധാനവും നിഷേധിക്കപ്പെടുന്നില്ല. അതിന് പോലും തയ്യാറാവാതെ ഇരുട്ടിൽ തപ്പിക്കൊണ്ട് ഈ നമ്മൾ പറയില്ലേ, ഈ മുകേഷിന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, മറ്റുള്ളവർക്കൊക്കെ തെളിവുകളൊക്കെ തേഞ്ഞു മാഞ്ഞു പോയ കേസുകളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം 3 വർഷത്തിന് കാലാവധിയുള്ള സംഭവങ്ങളല്ല ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് അറിയാം. അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥായിയായ അവരുടേതായിട്ടുള്ള ഒരു രീതി ഇതാണ്. കാരണം ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന വ്യക്തിയെ പാർട്ടിയിൽ നിന്നും 5 കൊല്ലം മാറ്റി നിർത്തിയത് ഞരമ്പ് രോഗത്തിന്റെ പേരിലാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പൊ ഞരമ്പ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവരിൽ നിന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്ന് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം പീഡന കഥകളിലെ ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു എന്താ പറയേണ്ട ഒരു ലവലേശം ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയൊന്നും ഇവിടെ നടക്കാനും പോകുന്നില്ല എന്നാണ് എനിക്ക് ശ്രീ അനിൽ നമ്പ്യാർ പറയാനുള്ളത്. ശ്രീജിത്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രമുഖരെ കുറിച്ചല്ലേ അന്വേഷിക്കേണ്ടത് അല്ലേ? പക്ഷേ അങ്ങനെ ഒരു അന്വേഷണം ഇതുവരെയായും ആരംഭിച്ചിട്ടില്ല. പകരം ഈ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നടിമാർ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെ വെളിപ്പെടുത്തലുണ്ടായപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഇപ്പോൾ ഒരു IPS ഉദ്യോഗസ്ഥർ, വനിതാ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥരുടെ അതിൽ 2 പേരൊഴിച്ച് ബാക്കിയുള്ളവരുടെയൊക്കെ ക്വാളിറ്റിയെക്കുറിച്ച് ഷാജഹാൻ ഇതിനകം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം സർക്കാർ ഇതുവരെയായും ആരംഭിക്കാത്തത്? എന്തുകൊണ്ടായിരിക്കാം ഈ പ്രമുഖരുടെ പേരുകളൊന്നും സർക്കാർ വെളിയിൽ വിടാത്തത്? വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഈ 2 ആരോപണങ്ങളും, അതായത് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ വന്നിരിക്കുന്ന ആരോപണങ്ങളും അതേപോലെ തന്നെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങളും രണ്ടും ഒരേപോലെ തന്നെ അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ഇതിൽ ഏതൊക്കെ ആരോപണങ്ങൾ ശരിയാണ്, ഏതൊക്കെ ആരോപണങ്ങൾ വ്യാജമാണ് എന്ന രീതിയിലത്തേക്കുള്ള പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നുണ്ട്. അത് പലപ്പോഴും ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കാറുണ്ട്. അല്ലാത്ത ആൾക്കാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ഇത്രയും പേര് വന്നാൽ പോരല്ലോ, ഇനിയും വരണം എന്നൊക്കെ പറയുന്നുണ്ട്.
വീണ്ടും ഇതിനെ ഒരു സ്പെക്ടക്കിൾ എന്ന രീതിയിലത്തേക്ക് മാത്രം രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും വ്യക്തികളാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും കാണുകയാണ്. നേരെ മറിച്ച് ഇതിൽ ശരിയായിട്ടുള്ള കാര്യം, അതായത് ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി എന്താണ്, ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കേട്ടത്, മറുഭാഗത്തിന് പറയാനുള്ളത് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നീതിപൂർവകമായിട്ടുള്ള ഒരു അന്വേഷണ ടീമിന്റെ മുന്നിലും പിന്നീട് ഒരു ഹയർ അതോറിറ്റി എന്ന രീതിയിൽ അതൊരു വിചാരണ കോടതിയിലുമാണ് തീരുമാനിക്കപ്പെടേണ്ടത്, അറിയപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും ഒരു ജഡ്ജ്മെന്റിൽ സിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് എന്താണ് എന്നുള്ളത് പിന്നീട് പുറത്തു വരേണ്ടതാണ്, ഇതിന്റെ വിശദ വിവരങ്ങളെല്ലാം തന്നെ വരേണ്ടതാണ്. ഒരുപക്ഷെ കേരള സമൂഹം പോലും അതിന് തുനിയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഉമ്മൻചാണ്ടിയാണ് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണവും. കാരണം അദ്ദേഹത്തിനെതിരെ ഇതേപോലെ സമാനമായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്രാഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസോട് കൂടിയിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രായം എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും അദ്ദേഹം ചെയ്തിരുന്ന എന്തോ വലിയ പുണ്യം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹാഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിനുള്ളിൽ തന്നെ തന്റെ പേര് ഇതിൽ നിന്ന് ക്ലിയർ ചെയ്ത് കിട്ടുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് 100% നമ്മൾ ആ സ്ത്രീയോടൊപ്പം തന്നെ നിന്നിരിക്കണം എന്നുള്ള ഒരു കൺസ്ട്രക്റ്റിലൊന്നും തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. ആർക്കും ആരെക്കുറിച്ചും തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാം, വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാം, ശരിയായിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിക്കാം. അപ്പൊ ഇതിനെല്ലാം തന്നെ ഒരേ യാർഡ് സ്റ്റിക്കോട് കൂടി കാണുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോക്സോ കേസുകളോ SC/ST അട്രോസിറ്റീസ് ആക്ടോ ഒക്കെ തന്നെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും പല കണ്ടെത്തലുകളും ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യവുമാണ്. സ്ത്രീപക്ഷം നമ്മൾ പറയുമ്പോൾ തന്നെ അതിൽ പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരോപണം നേരിടുന്ന ആൾക്കാർക്കും ഒരു തുല്യനീതി എന്നുള്ള ഒരു വശമുണ്ട്. അവരുടെ വീട്ടിലും സ്ത്രീകളുണ്ട്, അവരും അവരുടെ മാനത്തിനും വിലയുണ്ട്, തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇനി ഇപ്പോൾ നടക്കുന്ന ഒരു വിഷയത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഭരിക്കുന്ന പാർട്ടി മാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളാണെങ്കിലും അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പരസ്യമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോഴോ രഹസ്യമായിട്ട് അത് ഒരു ബോഡിയുടെ മുന്നിൽ പറയുമ്പോഴോ ആ ആരോപണം പൂർണ്ണമായിട്ടും സത്യസന്ധമാണ് എന്നും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നും ഉന്നതരായിട്ടുള്ള വ്യക്തികളാണ് ആ ആരോപണം നേരിടുന്നത് എങ്കിൽ അവർക്ക് ഒരേ രീതിയിലുള്ള നിലപാടുകളാണ് അവരോട് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നുമുള്ള ഒരു ബോധ്യമുള്ള എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇന്നുണ്ട്? ഒരാളുമില്ല. സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് സൈക്കിളും മൈക്കും എടുത്തിട്ട് പ്രചരിപ്പിക്കുന്ന ആൾക്കാരോ പുരപ്പുറത്ത് നിന്ന് വിളിച്ചു പോകുന്ന ആൾക്കാർക്കോ ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയുമില്ല. എപ്പോഴും ഇത് തങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ നേരിടുന്ന ആരോപണങ്ങൾ എന്താണോ ആ ആരോപണങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്നതിനും, മറ്റുള്ള പാർട്ടിയിലുള്ള ആൾക്കാർ നേരിടുന്ന ആരോപണങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ ഈ തീവ്രതാ മാപിനികളൊക്കെ പല ആൾക്കാരുടെ കയ്യിലുണ്ട്, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ എല്ലാവരെയും തന്നെ അവരെല്ലാം തന്നെ കൊള്ളരുതാത്തവരാണ് എന്ന് ചിത്രീകരിക്കുന്നതിനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഒപ്പം അന്ന് സോളാർ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആരോപണ വിധേയരായിട്ടുള്ള പൊതുപ്രവർത്തകർ എത്ര പേരുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള എത്ര പേർ ലൈംഗികമായിട്ട് മോശമായിട്ട് ഒരു സ്ത്രീയെ ഉപയോഗിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ആ സമയത്ത് ഇടതുപക്ഷം എടുത്തിരുന്ന നിലപാട് എന്തായിരുന്നു? ഉമ്മൻചാണ്ടിയോട് അവരെടുത്തിരുന്ന നിലപാട് എന്തായിരുന്നു? നേരെ മറിച്ച് അവരുടെ ഭാഗത്ത് നിൽക്കുന്ന, അവരുടെ മുന്നണിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എത്ര പെട്ടെന്നാണ് ഉൾട്ടാടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതെ, അതായത് നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ പല ശശിമാരുടെ വിഷയങ്ങളുണ്ട്, മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കാരുടേതുണ്ട്, മന്ത്രിസ്ഥാനത്ത് ഇരുന്നിരുന്ന ആൾക്കാരുടേതുണ്ട്. ഇവർക്ക് വേണ്ടപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ അടക്കമുള്ള പല ആൾക്കാരും അവിടെ ഇരുന്ന സമയത്തെല്ലാം തന്നെ പല പല ആരോപണങ്ങൾ കേട്ടിരുന്നതാണ്. ആ ആരോപണങ്ങളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ച ആൾക്കാരുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ശ്രീമതി PK ശ്രീമതിയാണ്. നോക്കൂ, ശ്രീമതി PK ശ്രീമതി സമാനമായിട്ടുള്ള വിഷയങ്ങളിൽ മറ്റുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടുന്ന സമയത്ത് സ്വീകരിച്ചിരുന്ന നിലപാടാണോ ഈ ഒരു വിഷയത്തിൽ, ഇപ്പൊ പ്രത്യേകിച്ച് മുകേഷിന്റെ വിഷയം വരുന്ന സമയത്ത് അവർ സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത് ഓൺ റെക്കോർഡ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. CPM-ന്റെ പ്രഖ്യാപിത നിലപാട് എന്താണ്? CPM-ന്റെ പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അടുത്ത് കണ്ടിരിക്കുന്നത് BJP MP ആയിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ കേസിലാണ്. റെസ്ലിംഗ് താരങ്ങളോട് മോശമായിട്ട് പെരുമാറിയിരിക്കുന്നു. അപ്പോൾ ഒരു സിറ്റിംഗ് MP ആണ്, 6 തവണ BJP-യുടെ MP ആയ ആളാണ്. ആ വ്യക്തിക്കെതിരെ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ഒരു ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങൾ മാത്രമാണ് വരുന്നത്. ഇപ്പൊ ഇന്ന് മുകേഷിന് കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ആ ഒരു ലീവേ ഒന്നും തന്നെ അവർക്ക് കൊടുക്കുന്നില്ല. അന്ന് ശ്രീമതി PK ശ്രീമതി അടക്കമുള്ള ആൾക്കാർ ഇവർ രാജിവെക്കണമെന്ന് പറഞ്ഞു. CPM-ന്റെ സ്റ്റാൻഡ് അതായിരുന്നു, രാജിവെക്കുക എന്നതിനപ്പുറത്തേക്ക് അറസ്റ്റ് ചെയ്യണം എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു. സമാനമായിട്ടുള്ള സാഹചര്യം പല സ്ത്രീകളിൽ നിന്ന് ആരോപണം നേരിടുന്ന ഒരു സിറ്റിംഗ് MLA-ക്ക് വരുമ്പോൾ അത് തങ്ങളുടെ പാർട്ടി നേതാവാകുന്ന ഒരു ഘട്ടത്തിൽ ഇതേ ആൾക്കാർ തന്നെ, പ്രത്യേകിച്ച് ശ്രീമതി PK ശ്രീമതിയൊക്കെ ചോദിക്കുന്നത്
അങ്ങനെ ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർ രാജിവെക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഏത് നിയമപുസ്തകം റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾ മറ്റുള്ള പാർട്ടിയിലുള്ള ആൾക്കാരാണ് ആരോപണത്തിൽ പെടുന്നത് എങ്കിൽ അവർ രാജിവെക്കണമെന്ന് പറയുന്നതും, നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ഉൾട്ട അടിക്കുന്നതും എന്നുള്ളത് നിങ്ങൾ തന്നെ സമയം കിട്ടുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി രണ്ട്, മറ്റുള്ള പാർട്ടികളെ നോക്കൂ. ഇപ്പം കോൺഗ്രസ് പാർട്ടിയിൽ ഇന്ന് 2 സിറ്റിംഗ് MLA മാർ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടില്ലേ? അത് രണ്ടും സ്ത്രീകളോട് മോശമായി പെരുമാറി എന്ന രീതിയിലോ അല്ലെങ്കിൽ ബലാത്കാരം ചെയ്തു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണങ്ങൾ നേരിടുന്നു. അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്ന് കുറച്ചുകൂടി പഴയ വിഷയമാണ്, പക്ഷെ കുറച്ചുകൂടി റീസെന്റ് ആയിട്ടുള്ള വിഷയത്തിൽ MLA ഒളിവിൽ എന്നാണ് വാർത്ത ഉണ്ടായിരുന്നത്. MLA കാണുന്നില്ല, MLA ഒളിവിൽ എന്ന രീതിയിലത്തേക്ക് കണ്ടു. പക്ഷെ അത് ചോദിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് അടക്കം സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാട് എന്താണ്? നോക്കൂ, ആ കേസിൽ 2 കോടതികൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം നിലനിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ മുകേഷിനും കോടതിയെ സമീപിക്കാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കോടതി ഒരു അഭിപ്രായം പറയുന്നത് വരെയെങ്കിലും വെയിറ്റ് ചെയ്യാനുള്ള ഒരു തുല്യനീതി എന്ന് പറയുന്നത് അവിടെ ലഭ്യമാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ആരും തന്നെ ഇങ്ങനെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ബോഡി ഗാർഡ്സ് ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് ഇതിനെ ഒരു രാഷ്ട്രീയ ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്കോർ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ ആൾക്കാരൊക്കെ തന്നെ ശ്രമിക്കുന്നത്. ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് വേണ്ടുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ നയമാണ്. ഒരുപക്ഷെ ഒരു നിയമമൊന്നും തന്നെ ഈ രീതിയിലത്തേക്ക് രൂപീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു സ്ത്രീ വന്നൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ രാജിവെക്കണമെന്നൊരു നിയമം പറയാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നാളെ ശ്രീ വി ഡി സതീശനെതിരെയും ശ്രീ പിണറായി വിജയനെതിരെയും ഒക്കെ തന്നെ ആർക്കും എന്തും പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അവരെ മാറ്റാൻ കഴിയുമെന്നൊരു ചട്ടുകമായിട്ട്, ഒരു ഉപകരണമായിട്ട് നിയമത്തിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം? നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയണം, ഇതാണ് ഞങ്ങളുടെ നയം, ധാർമ്മികതയാണ് അതിന്റെ അളവുകൾ. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അവർ പറയണം, ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നുകിൽ പ്രത്യക്ഷമായിട്ട് മാറി നിൽക്കാൻ പറയാം. പണ്ട് പ്രകാശ് കാരാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, MP യോ MLA ആണ് എങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ രാജി ആവശ്യപ്പെടുമെന്ന്. മുകേഷ് ഒരു MLA ആണെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ എന്ന് എനിക്കറിയില്ല. MP ആകാനായിട്ട് ഈ അടുത്ത കാലത്ത് അവർ തെരഞ്ഞെടുത്തിരുന്ന ഒരാളാണ് എന്നതിനെ പറ്റി അദ്ദേഹത്തിന് അറിയില്ലേ എന്നും എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒന്നുകിൽ പറയുക MLA, MP തുടങ്ങി ഏതെങ്കിലും ഒരു ഇലക്ടഡ് റെപ്രസെന്റേറ്റീവായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ നിഷ്കരുണം, അദ്ദേഹം ആരായാലും അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ ഞങ്ങൾ പറയും എന്ന് പറയണം. കാരണം അത്രത്തോളം ഞങ്ങൾ സ്ത്രീകളോടൊപ്പമാണ് എന്ന് പറയണം. അതല്ല എങ്കിൽ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു എൻക്വയറി ഉണ്ടായതിനു ശേഷം അതിൽ കോടതി എന്തെങ്കിലും ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന സമയത്ത് മുൻകൂർ ജാമ്യം നൽകുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കരുതിക്കോളും. കാരണം മിക്കവാറും എല്ലാവരും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും. അപ്പൊ മുൻകൂർ ജാമ്യം കിട്ടുന്നില്ല എങ്കിൽ പ്രാഥമികമായിട്ട് അതിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കത്തക്ക കാര്യമുണ്ട് എന്നൊരു കോടതിക്ക്, ഒരു ജഡ്ജിന്, ഒരു മജിസ്ട്രേറ്റിന് തോന്നിയിട്ടാകുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിനോട് മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെടും എന്നെങ്കിലും ഏറ്റവും മിനിമം പറയണം. പക്ഷെ അത് പറയില്ല. ആർക്കെതിരെയും ആരോപണം ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവരാണെങ്കിൽ ഒരു നിലപാട്, നമ്മുടെ ഒപ്പമുള്ള ആളാണെങ്കിൽ ഒരു നിലപാട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഴകുഴമ്പൻ നയം എന്നുള്ളതല്ലാതെ, രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു എന്നതല്ലാതെ ഇവർക്ക് ആർക്കും തന്നെ ആത്യന്തികമായി സ്ത്രീകളോട് എന്തെങ്കിലും രീതിയിലുള്ള കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരിങ്ങനെ ആയിരുന്നില്ല പെരുമാറേണ്ടത്. അല്ലെങ്കിൽ കുറ്റം തെളിയുന്ന സമയത്തെങ്കിലും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പരസ്യമായി പറയുകയും അതിന് മാപ്പ് പറയുകയും വേണം. അത് ശ്രീ ഉമ്മൻചാണ്ടിയോട് ഇവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം ആലോചിച്ച് നോക്കുക. അപ്പൊ മുഖ്യമന്ത്രിക്ക് തന്നെ ആ രീതിയിലത്തേക്കുള്ള ഒരു അവസ്ഥ നേരിട്ടിരിക്കുന്ന ഒരു നാടാണിത്. അതുകൊണ്ട് ഞാനിതിൽ ജഡ്ജ്മെന്റിൽ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം, അതിപ്പോൾ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന പാനലായിക്കോട്ടെ, അതിന്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ, അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ ഈ ആൾക്കാരെയൊക്കെ അപ്രോച്ച് ചെയ്യുക. അപ്രോച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സർക്കാരിന് വേണ്ടത് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന പരാതിയാണ് എന്ന് നിയമപ്രകാരമാണ് എങ്കിൽ അവരോട് പറയുക. നേരത്തെ അവർ എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാതിരുന്നത്? അവരുടെ പ്രൈവസി അവർക്ക് ഗാർഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ പറയുക, ഇപ്പൊ പുറത്തു നിന്നുള്ള കുറെ അധികം ആൾക്കാർ തന്നെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പൊതുവികാരമുണ്ട്, പൊതുജനം നിങ്ങളുടെ കൂടെയാണ്, സർക്കാർ നിങ്ങളുടെ കൂടെയാണ്, നിങ്ങൾക്ക് എന്താണോ ഈ പേര് പുറത്തു വന്നാലുള്ള ഭയം, ആ ഭയത്തിനെ നീക്കുന്ന രീതിയിൽ സർക്കാർ ഒപ്പമുണ്ട്, നിങ്ങൾക്കുള്ള എല്ലാ സുരക്ഷിതത്വവും ഞങ്ങൾ തയ്യാറാണ് തരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം നിൽക്കാനായിട്ട് ഒരാൾ വരില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഈ 60 പേര് അവിടെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ 60 പേര് വേണ്ട, ഒരാൾ വരുമല്ലോ. ആ ഒരാളിന്റെ കേസ് നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ. അപ്പൊ അതുപോലും നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ലാതെ ഇതിനു മുന്നിൽ അടയിരിക്കുക, എന്നിട്ട് ഇതിൽ ആരോപിതരായിട്ടുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ട് എന്നതിനെപ്പറ്റി അറിയുക, അവരെ സിനിമാ നയം രൂപീകരിക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ കരട് രൂപീകരിക്കാനുള്ള കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരിക, അവരെ തുടർച്ചയായിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പണച്ചെലവ് നടത്തിയതിനു ശേഷം, പ്രചരണം നടത്തിയതിനു ശേഷം, നിങ്ങളുടെ എല്ലാ യന്ത്രവും രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും നിങ്ങളുടെ തന്നെ സർക്കാരിലേക്ക് നിങ്ങളുടെ ചോസൻ വൺ ആയിട്ട് ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിട്ട് വന്ന ഒരാൾ രാജിവെച്ച സാഹചര്യത്തിൽ പോലും
സമാനമായിട്ടുള്ള ഒരു തീരുമാനം മറ്റൊരു MLA, അതായത് ഒന്ന് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ മാത്രമേ ആകുന്നുള്ളൂ, അദ്ദേഹം ഒരു ജനപ്രതിനിധിയല്ല. അപ്പൊ അദ്ദേഹത്തിന് പോലും ബാധകമാകുന്ന എന്തോ ഒരു മൊറാലിറ്റി ഇവിടെ നിങ്ങളുടെ ഒരു ജനപ്രതിനിധിക്ക് ബാധകമല്ല എന്ന രീതിയിലേക്ക് പറഞ്ഞാൽ ഇരട്ടത്താപ്പ് എന്നല്ലാതെ അതിന് മറ്റൊരു പേരും എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ല. ശ്രീ അനിൽ നമ്പ്യാർ. യെസ്, ഷാജാൻ, എന്തുകൊണ്ടായിരിക്കാം ഈ മുകേഷിനെ സംരക്ഷിക്കാൻ ഇങ്ങനെ കൊണ്ടുപിടിച്ച് ഉള്ള നീക്കങ്ങൾ നടക്കുന്നത്? കാരണം നോക്കൂ, സെക്രട്ടേറിയറ്റ് അറിയാമല്ലോ, വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് ചേരുന്നതാണ് CPF സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇപ്പോൾ രാവിലെ തൊട്ട് ഇപ്പോഴും ഇക്കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന് പോലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ്. CPIയിലെ ആനി രാജ തുറന്നടിച്ചിരിക്കുന്നു. അതെ, സുഭാഷിണി അലി, ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞിരിക്കുന്നു. പക്ഷേ എങ്കിലും മുകേഷിനെ സംരക്ഷിച്ചേ മതിയാവൂ, അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ എന്തായിരിക്കും കാരണം? അല്ല, എനിക്കതിനകത്ത് തോന്നുന്നത് ഒരു പുതിയ കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ CPM ഈ പല മതവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കൊടുക്കുമല്ലോ. ഉദാഹരണത്തിൽ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. അങ്ങനെ പല ജാതിമത വിഭാഗങ്ങൾക്ക് CPM അവരുടെ ജനപ്രതിനിധി ആവാനോ അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്ര ജനപ്രതിനിധി ആവാനോ ഒക്കെ അവസരം നൽകാറുണ്ട്. എനിക്ക് തോന്നുന്നത് സിനിമ രംഗവുമായിട്ടുള്ള CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ആഴത്തിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലെ കച്ചവട താല്പര്യങ്ങളുമായി CPM എന്ന് പറഞ്ഞ പാർട്ടിക്കുള്ള ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ മുകേഷിനെ ഇങ്ങനെ മത്സരിപ്പിക്കുകയും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുകയും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ, ഇപ്പോൾ 2014 ഇന്നസെൻറ്റിനെ ചാലക്കുടിയിൽ മത്സരിപ്പിച്ചു. ഇന്നസെൻറ്റ് ചാലക്കുടിയിൽ മത്സരിക്കുമ്പോൾ ഇന്നസെൻറ്റ് യാതൊരു വിജയസാധ്യത ഉണ്ടായിരുന്നില്ല. ഇന്നസെൻറ്റ് അവിടുന്ന് ജയിച്ചെങ്കിൽ പോലും എങ്ങനെയാണ് ജയിച്ചത്? അത് കോൺഗ്രസ്സുകാർ ചിലർ സീറ്റ് മാറി, മറ്റേ PC ചാക്കോ മാറി, മനസ്സിലായോ? ഇങ്ങനെയൊക്കെ വന്ന ഒരു 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 ആശയക്കുഴപ്പത്തിൽ നിന്നാണ് ഇന്നസെൻറ്റ് അവിടെ ജയിക്കുന്നത്. പക്ഷേ ഇന്നസെൻറ്റിനെ അവിടെ നിർത്തിയതിൻ്റെ പുറകിൽ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ഇന്നസെൻറ്റ് അന്നത്തെ മലയാള സിനിമ കലാരംഗത്തിനേക്കാൾ പ്രധാനം മലയാള സിനിമയുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ആളെന്നുള്ള നിലയിലായിരിക്കണം CPM ഇന്നസെൻറ്റിനെ അവിടെ മത്സരിപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അന്ന് ഇന്നസെൻറ്റ് അമ്മയുടെ ചെയർമാനോ അങ്ങനെ എന്തോ സ്ഥാനമായിരുന്നു. ഇന്നസെൻറ്റ് അവിടെ നിന്ന് ജയിക്കുന്നു. 2016 ഇന്നസെൻറ്റ് അവിടെ മത്സരിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു നേതാവ് വന്നതിനെ തുടർന്ന് ഇന്നസെൻറ്റ് അവിടെ തോൽക്കുന്നു. സമാനമായി നമ്മൾ മുകേഷിൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പം മുകേഷിനെ 2016 കൊല്ലം മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ CPM തീരുമാനിക്കുന്ന ഒരു സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് കൊല്ലം മണ്ഡലം എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റി മൊത്തം എതിർത്തിട്ടും അതാ ഞാൻ പറഞ്ഞു, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് CPMൻ്റെ ഒരു ഉറച്ച കോട്ടയായിരുന്നു കൊല്ലം നിയമസഭാ മണ്ഡലം. ആ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സ്ഥിരമായി ജയിച്ചുകൊണ്ട് വന്നിരുന്ന ആള് PK ഗുരുദാസൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്ന ഏറ്റവും സമുന്നതനും ഏറ്റവും ബഹുമാനിതനും ട്രേഡ് യൂണിയൻ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള PK ഗുരുദാസനാണ് കൊല്ലം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുകൊണ്ടിരുന്നത്. ആ PK ഗുരുദാസനെ അതിശക്തമായിട്ടുള്ള എതിർപ്പിനെ മറികടന്ന് അവിടുന്ന് മാറ്റുകയും ഈ ആഭാസനും ഈ എന്ത് വാക്കാണ് എനിക്ക് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, പരമചെറ്റയുമായിട്ടുള്ള ഈ മുകേഷിനെ അവിടെ കൊണ്ടുവരികയാണ്. എന്താണ് പരമചെറ്റ എന്നുള്ള വാക്ക് ഉന്നയിക്കാനുള്ള കാരണം എന്താ? ഈ മുകേഷിൻ്റെ ആദ്യ ഭാര്യ സരിതയുമായി ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന വീണ ജോർജ് ഇന്ത്യ വിഷനിൽ ഇരുന്നപ്പോൾ നടത്തിയൊരു ഇൻ്റർവ്യൂ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. അനിലെ, ഞാൻ പറയുന്നത് എനിക്ക് CPMൻ്റെ നേതാക്കന്മാരോട് പരമ പുച്ഛത്തിൻ്റെ അങ്ങേ അറ്റം തോന്നുന്നതിൻ്റെ കാരണം എന്താ? സ്വന്തം മകനെ ഗർഭം ധരിച്ച ആ സ്ത്രീക്ക് 5-6 മാസം മുകേഷിൻ്റെ മകനെ ഗർഭത്തിൽ കൊണ്ടുനടക്കുന്ന സ്ത്രീയുടെ വയറ്റിനിട്ട് ചവിട്ടിന്ന് അവർ കരഞ്ഞുകൊണ്ടൊരു ഇൻ്റർവ്യൂവിൽ അവർ പറയുകയാണ്. ചവിട്ടി നിലത്തിടുകയാണ്. ആര്? ഈ CPMൻ്റെ ഈ MLA. അതിനുശേഷം പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരെ കൊണ്ടൊരു ഡിന്നറിന് പോകുന്നു.
ഡിന്നറിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ കാറേ കയറാൻ പോകുമ്പോഴത്തേക്കും ഈ വൃത്തികെട്ടവൻ, ഈ നരാധമൻ, ഈ ആഭാസൻ അവൻ എന്താ ചെയ്യുന്നറിയോ? അവൻ കാർ മുമ്പോട്ടും പുറകോട്ടും നീക്കിയതിനെ തുടർന്ന് ഇവർ നിലത്ത് വീഴുക. ഇവർ നിലത്ത് വീഴുമ്പോൾ ഇവർ കരയുകയാണ്. കരയുമ്പോൾ ഇവർ പറയുകയാണ്, എന്താ പറയുന്നറിയോ? ഞാൻ ആ കണ്ണുനീര് ഇയാളെ കാണിച്ചില്ല, കാരണം കാണിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഉടനെ പറയും, ഓ നിങ്ങൾ ഭയങ്കര അഭിനേത്രിയാണ്, നിങ്ങൾ അഭിനയിക്കുകയാണല്ലേ എന്ന് ചോദിക്കുമെന്ന്. എല്ലാ ദിവസവും മദ്യപിച്ചിട്ടാണ് വീട്ടിൽ വരുന്നത്. ഒരു ദിവസം മദ്യപിച്ചിട്ടാണോ നിങ്ങൾ വീട്ടിൽ വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മുടിക്കുത്തിന് പിടിച്ച് അടുക്കള വരെ കൊണ്ട് നിലത്തോടിട്ട് പിന്നെ വലിച്ചിട്ട് ചവിട്ടിയെന്നാ പറയുന്നത്. ഞാൻ എന്താ പറയേണ്ടത് ഇവനെക്കുറിച്ച്? ആരാണിവൻ? ഇവൻ 2 തവണ MLA ആയിരുന്നവനാണ് ഇവൻ. എന്ന് മാത്രമല്ല, അവനെ 2024 വീണ്ടും ലോക്സഭയിലേക്ക് ഞാൻ ചോദിക്കുന്നത്, നാണം കെട്ടവന്മാരല്ലേ CPM-കാർ? സ്വന്തം ഭാര്യയെ ഇതുപോലെ പീഡിപ്പിച്ച ഒരുത്തനെ കൊണ്ടുവന്ന് MLA ആക്കിയിട്ട് ഈ പരമനാറികൾ ഇപ്പോഴും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോഴും പറയാണ് ഞങ്ങൾ സ്ത്രീകളോടൊപ്പം നിൽക്കുകയാണെന്ന് പറയാണ്. ഈ വൃത്തികെട്ടവനെ പോലെ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരുപാട് കഥകളുണ്ട്. ഇവരെ ഒരു പ്രാവശ്യം ഇയാളുടെ അച്ഛൻ O മാധവൻ ഏറ്റവും വലിയ നാടകനടനായിരുന്നു. കരഞ്ഞ് കാലി പിടിക്കുന്ന പോലെ പിടിച്ചിട്ട് പറയുകയാണ്, നീ മരിക്കുന്നിടം വരെ പരാതി കൊടുക്കല്ലേ എന്ന്. അവർ ആ മരിക്കുന്നിടം വരെ പരാതി കൊടുത്തില്ല. എന്നിട്ട് അവസാനം ഇവരിൽ നിന്ന് ഡൈവോഴ്സ് മേടിക്കാതെ വേറൊരു വനിത ഇവൻ കല്യാണം കഴിക്കുകയാണ്. വൃത്തികെട്ടവൻ. നമ്മുടെ വെച്ചാൽ ഇതുപോലൊരു നരാധമനെ എങ്ങനെയാണ് CPM എന്ന് പറഞ്ഞ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? അതെനിക്ക് തോന്നുന്നത് അത് പിണറായി വിജയനെ പോലൊരു ഹൃദയശൂന്യന് മാത്രമേ ഇതുപോലൊരു നരാധമനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന മെയിൻ പോയിന്റിലേക്ക് ഞാൻ വരാം. ഇവനെ ഈ വൃത്തികെട്ട ഈ ആഭാസൻ അവൻ ഇന്നൊരു റീല് ഞാൻ കണ്ടു. ഞാൻ അതൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് നടിമാരെ കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്തതാണ്. അതല്ല അവൻ ഇന്ന് ഞാനത് ഇപ്പോൾ എന്തായാലും എന്നെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. അതെന്താന്ന് ചോദിച്ചാൽ അവൻ പറയാണ് അവൻ്റെ വീട്ടിൽ ഹരിപ്പോത്തൻ ഇതുപോലെയൊക്കെ ഉള്ള ആളുകൾ ചീട്ട് കളിക്കാനെന്തോ വരുമെന്ന്. അതെ ഞാൻ കണ്ടു. അത് കണ്ടില്ലേ? ആ ഷീട്ട് വെച്ച സ്ഥലം എന്നിട്ട് ആ പൈസ എടുത്ത് വെച്ചപ്പോൾ പൈസ വാടകയ്ക്ക് എടുക്കാൻ ആള് വന്നു. അത്രയ്ക്ക് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ നാണംകെട്ട ചെറ്റയാണ് ഇവൻ. സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ അല്ലേ അവനെ. എന്നിട്ട് സ്ത്രീവിരുദ്ധമായ ചെയ്തികൾ 2024 പാർട്ടിയുടെ കോട്ടയായിരുന്നു NK പ്രേമേന്ദ്രൻ വരുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലം. അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 2019 അവിടെ മത്സരിച്ചത് KN ബാലഗോപാൽ, 2014 അവിടെ മത്സരിച്ചത് MA ബേബി, 2009 അവിടെ മത്സരിച്ചത് P രാജേന്ദ്രൻ. മത്സരിച്ച സ്ഥലത്ത് ഇതുപോലൊരു പരമനാറിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കണമെങ്കിൽ ഞാൻ പറയുന്നു, CPM-ന് സിനിമാ രംഗത്തുള്ള വ്യവസായ താല്പര്യം, CPM-ന് സിനിമാ രംഗത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇന്നസെന്റിനെ കൊണ്ടുവന്നതുപോലെ ഇപ്പോൾ ഇവനെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിച്ചിരിക്കുന്നത്. അല്ല CPM-നോട് മത്സരിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ? എത്രയോ പ്രഗത്ഭർ അവിടെ മത്സരിക്കാനുണ്ട്. എന്ന് മാത്രമല്ല, ഇവൻ തോറ്റ് തുന്നം പാടും എന്നറിഞ്ഞിട്ടും. കാരണം ഇവൻ ആർക്കെതിരായിട്ടാണ് മത്സരിച്ചത്? കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള MP NK പ്രേമേന്ദ്രനെതിരായിട്ടാണ് മത്സരിച്ചത്. MK പ്രേമേന്ദ്രൻ്റെ അടുത്ത് ഇപ്പം 8 നില പൊട്ടുന്ന ആർക്കാണ് അറിയാൻ മേലായിരുന്നത്? അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലും NK പ്രേമേന്ദ്രനെതിരെ മുകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരമ ചെറ്റയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണമെങ്കിൽ CPM-ന് സിനിമാ വ്യവസായത്തിൽ ഈ മുതൽ മുടക്കുണ്ടെന്നും ആ മുതൽ മുടക്ക് സംരക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തി മാത്രമാണ് ഈ മുകേഷിനെ അവിടെ മത്സരിപ്പിച്ചത് എന്നുമാണ് എനിക്ക് തോന്നുന്നത്. അതാണ് മുകേഷും CPM തമ്മിലുള്ള പൊക്കിൽ കൊടി നാഭീനാള ബന്ധം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഹരിദാസ്, ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുകേഷിൻ്റെ കാര്യം ചർച്ച ചെയ്തില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നാളെ CPM സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്നുള്ള നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ കേൾക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം പ്രതിഷേധിച്ചിട്ടും ഇനിയിപ്പോൾ നാളെ സംസ്ഥാന കമ്മിറ്റി അഭിപ്രായങ്ങൾ കേട്ടാൽ മാത്രമേ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കൂ. ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. ഞാൻ ഷാജഹാനോട് ചോദിച്ച അതേ ചോദ്യം ആവർത്തിക്കുകയാണ്. എന്തായിരിക്കാം മുകേഷിനെ ഇങ്ങനെ ചേർത്ത് നിർത്താനുള്ള കാരണം? രണ്ട് കാര്യങ്ങൾ ഇതിൽ എനിക്ക് ഇവിടെ ശ്രീ ഷാജഹാൻ പറഞ്ഞതിനോട് അല്പം വിയോജിപ്പോടു കൂടി പറയാനുണ്ട്. ഈ വീണ ജോർജ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ മന്ത്രി സരിതയെ ഇൻ്റർവ്യൂ ചെയ്ത് ചുരുക്കിയത് 12 വർഷം മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്കത് കാരണം ഇന്ത്യ വിഷൻ പൂട്ടിയിട്ട് തന്നെയുള്ള സമയം നമുക്കറിയാലോ.
അപ്പോൾ 12 വർഷം മുമ്പ് ഇത്രയും കാര്യങ്ങൾ ഒരു സ്ത്രീ വിളിച്ചു പറയുകയാണ്, എൻ്റെ ഭർത്താവായ സിനിമാ നടൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയൊക്കെയാണ് എന്നെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിക്കാത്ത ജനം 12,000 ചില്ലാനും വോട്ടിനാണ് ആദ്യത്തെ തവണ ഇയാളെ ജയിപ്പിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ രണ്ടാമത് 2,600 ചില്ലാനായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 തവണ ഇയാളെ ആ കൊല്ലത്തുകാർക്ക് ജയിപ്പിക്കത്തക്ക തോതിലുള്ള ആരാധന ഉണ്ട്. അപ്പോൾ അത് പാർട്ടി നേതൃത്വത്തിന് സ്ഥാനാർത്ഥിയാക്കുക മാത്രമല്ല, ഇയാളെ ജയിപ്പിക്കാനുള്ളൊരു ത്വര ഇവിടുത്തെ ജനങ്ങൾ കാണിച്ചുവെങ്കിൽ അത് പാർട്ടി നേതൃത്വത്തിൻ്റെ മാത്രം തെറ്റായിട്ട് കാണാൻ പറ്റില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ വിഷയങ്ങളോടുള്ള കാഴ്ചപ്പാടിലും അങ്ങേയറ്റം മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു മാറ്റം വരാത്തതിൻ്റെ പേരിലാണ് ഇയാൾ 2 പ്രാവശ്യവും അവിടെ ജയിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മുകേഷിനോട് നമുക്കിപ്പോൾ അനിൽ നമ്പ്യാർ എന്നോട് ചോദിച്ച ചോദ്യം തന്നെയാണ് എല്ലാവരും പരസ്പരം കാണുമ്പോൾ. ഒരു ജാഥയ്ക്ക് ഇയാൾ പങ്കെടുത്തിട്ടില്ല, ഒരു പന്തംകുളത്ത് ജാഥയ്ക്ക് പങ്കെടുത്തിട്ടില്ല, ഒരു പിക്കറ്റിങ്ങിന് പോയിട്ടില്ല, ഒരു കളക്ടറേറ്റ് വളകൾ, അത്തരത്തിലുള്ള CPM-ന്റെ ഒരു രൂക്ഷമായ സമരത്തിലും ഒരു ശാന്തമായ സമരത്തിലും ഈ മനുഷ്യൻ പാർട്ടി പ്രവർത്തകർക്കും അറിയില്ല. എന്നിട്ട് പോലും ഇയാളെ ഇത്രത്തോളം സംരക്ഷിച്ച് നിർത്തുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം എല്ലാവരും പരസ്പരം ചോദിക്കുന്നുണ്ട്. അവിടെയാണ് സിനിമാ മേഖലയിൽ മാത്രമല്ല പവർ ഗ്രൂപ്പ് ഉള്ളത്. പാർട്ടിയിലും CPM എന്ന് പറഞ്ഞ പാർട്ടിയിലും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. കാരണം മുകേഷിനെ എന്നല്ല, ഒരു സ്ത്രീ പീഡകരെയും സംരക്ഷിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു 50% CPM-ന്റെ സാധാരണക്കാരായ പ്രവർത്തകരെയും ജില്ലാ തലത്തിലുള്ള പ്രവർത്തകരെയും എനിക്കറിയാം. പാർട്ടിയുടെ ഈ നയങ്ങളൊക്കെ അങ്ങേയറ്റം തെറ്റാണ് എന്നുള്ള ബോധ്യമുള്ള ഒരുപാട് പാർട്ടി പ്രവർത്തകരെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ പവർ ഗ്രൂപ്പ് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നടക്കുള്ളൂ എന്നുള്ള അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. അത് മുകേഷിൽ നിന്ന് നാളെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ, മുകേഷിനെ ഒരു കച്ചവടച്ചരക്കാക്കിയിട്ട് മുൻപോട്ട് പോകാനാണോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഒരു അലങ്കാരമായി കാണുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. കാരണം PK ശശി എന്ന് പറയുന്ന വ്യക്തി കാഠിന്യം കുറഞ്ഞ, എനിക്കിപ്പോൾ ആ വാക്കിൻ്റെ വായിൽ വരുന്നില്ല, കാഠിന്യം കുറഞ്ഞ, തീവ്രത കുറഞ്ഞ പീഡനം നടത്തി എന്നുള്ള ഒരു കണ്ടെത്തലിലൂടെ ആ മനുഷ്യനെ വിശുദ്ധനാക്കി മാറ്റിയ, തീവ്രത കുറഞ്ഞു എന്ന് പറഞ്ഞ് മാറ്റിയ അതേ CPM നാളെ ഇയാൾക്ക് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുന്നതോടെ മുകേഷിൻ്റെ രാജിയിൽ നിന്നും പിന്മാറാനുള്ള അവസരം അത് ഈ ചൊവ്വാഴ്ചയോടുകൂടി വരും. അല്ലാണ്ട് CPM മുകേഷിനെ കൊണ്ട് രാജിവെപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ CPM പറയുന്ന വാദം ദുർബലമാണ്. എൽദോസും വിൻസെന്റ് രാജിവെച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തിന് രാജിവെക്കണം? എനിക്ക് തോന്നുന്നു UDF ഇവിടെ ഒരു വനിതാ സംരക്ഷണം അതിലും തീർത്തുകൊണ്ട് ഞങ്ങൾ സ്ത്രീകളുടെ ഭാഗത്താണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമെന്നല്ലാതെ അത്തരത്തിൽ ഉദ്ഘോഷിച്ചുകൊണ്ട് വോട്ട് നേടാൻ അവർ ശ്രമിച്ചിട്ടില്ല. ഇടതുപക്ഷം അതല്ല, ഞങ്ങൾ സ്ത്രീപക്ഷത്താണ്, ഞങ്ങൾ സ്ത്രീപക്ഷത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ പാർട്ടി ഇത്തരത്തിലൊരു സ്ത്രീ പീഡകനെ, ഇയാളുടെ 2-3 ആത്മകഥാ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കയ്യിലിരിപ്പിനെ കുറിച്ച് അങ്ങേയറ്റം അറിയാവുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് ഭൂഷണമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീജിത്തിൻ്റെ അഭിപ്രായം കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഒരു ആരോപണം കിട്ടുന്ന സമയത്ത് തന്നെ കുറച്ച് സമയം എടുത്തു എങ്കിൽ പോലും അദ്ദേഹം രാജിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്തോ ഒരു മൊറാലിറ്റി ബാധകമാണല്ലോ. കാരണം അദ്ദേഹത്തിന് ഒരു ക്ലോസ് ക്വാർട്ടേഴ്സിൽ മാത്രമേ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവൂ. പരസ്യമായിട്ട് ചിലപ്പോൾ ഒരു തവണ അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആരോപണം വരുന്നു. ആ ആരോപണം പണ്ട് തന്നെ തങ്ങളോട് ഈ നടി ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 2 വ്യക്തികൾ പുറത്തു വരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോപണമാണ്. ആ ആരോപണം വരുന്ന സമയത്ത് അദ്ദേഹം ഒരു ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു ഇലക്ടഡ് റെപ്രസെന്റേറ്റീവിന് ചലച്ചിത്ര അക്കാദമി ചെയർമാനുള്ള ധാർമ്മികതയേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ധാർമ്മികത ഉണ്ടാകേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യം. സമാനമായിട്ടുള്ള കേസുകളിൽ മറ്റുള്ള പാർട്ടിയിലുള്ള ആൾക്കാർ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് CPM നടത്തിയിട്ടുള്ള പല പന്തം കൊളുത്തി പ്രകടനങ്ങളുമുണ്ട്. അതിൽ പലതും നയിച്ചിരിക്കുന്നത് ശ്രീമതി PK ശ്രീമതിയാണ്. അപ്പൊ സ്ത്രീകൾ പോലും, പാർട്ടിയിലുള്ള സ്ത്രീകൾ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അവിടെ നിൽക്കുമ്പോൾ ഇതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് CPM-ന് സാധ്യമല്ല. നേരത്തെ കൂട്ടി രാജിവെച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ CPM-ന്റെ ഒരു നല്ല നയമായിട്ടെങ്കിലും പൊതുസമൂഹത്തിൽ കുറേയധികം ആൾക്കാരെങ്കിലും വിചാരിക്കുമായിരുന്നു. പക്ഷേ വൈകിയതിനു ശേഷം വലിയ പ്രക്ഷോഭമുണ്ടായി. പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരും പാർട്ടിക്കാരും ഘടകകക്ഷികളും എല്ലാം തന്നെ സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷം ഒരു രാജി ഉണ്ടാവുകയാണ് എങ്കിൽ ആ രാജി CPM-ന് ഒരു തരത്തിലും ഗുണമാവില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നടത്തും. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട പ്രമുഖരുടെ പേരുകൾ സർക്കാർ എത്രയും പെട്ടെന്ന് പുറത്തുവിടണം. ഒരു ഭാഗത്ത് സ്ത്രീ സുരക്ഷയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നു. നവോത്ഥാനം അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്
എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുന്നവർ, നിങ്ങൾക്ക് സ്ത്രീകളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ മുകേഷിനെ പോലുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രമുഖരുടെ പേരുകൾ പുറത്തുവിടേണ്ടിയിരിക്കുന്നു. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.